ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ എന്ന വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ നോക്കും, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കും, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ത്രെഡ്. നമ്മളിവിടെ 3 സെറ്റ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കും. സെക്കൻഡ് ഇതിനകത്ത് നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ നോക്കും. പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു റോയിൽ വന്നിരിക്കുന്ന കാർഡുകൾ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചറുമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ നിങ്ങളുടെ ഒരു എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആകും എന്നറിയില്ല, എങ്കിലും ഇത് റെസിനേറ്റ് ആകുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചറിൽ കുറച്ച് നാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമേയൊക്കെ ഒരു ഡിപ്രഷൻ മൈൻഡിൽ തന്നെ അങ്ങനെ പോകും എന്നാണ്, തുടരും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള, അല്ലെങ്കിൽ ഇനി എനിക്ക് ചുറ്റും വേറെ ഒരു ലോകമില്ല, എനിക്കിത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും കുറേ നാളുകൂടി ഇവരിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാകാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എനർജി ഇവിടെ കിട്ടുന്നത്. കൂടുതലായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു വിഷമത്തിലൂടെ തന്നെ കുറച്ച് നാളും കൂടെ പോകും എന്ന് തന്നെയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ആ ഒരു നഷ്ടപ്പെട്ട ദുഃഖം, അല്ലെങ്കിൽ അവർക്കൊരു ചതി പറ്റിയ ഒരു ദുഃഖം കുറച്ച് നാളുകൾ കൂടി അവരുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ അവർ കുറച്ച് നാൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവർക്ക് ഒരു മാറ്റം വരുന്നതാണ്. അത് അവരുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം തീർച്ചയായിട്ടും കടന്നു വരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ മറ്റൊരു കാര്യത്തിലേക്കും ആയിരിക്കും അവരുടെ ഒരു ശ്രദ്ധ പോവുക. ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇവർ എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്ന ഈ ഒരു കാര്യത്തിൽ, ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊടുക്കും എന്നതാണ്. അതായത് പിന്നെ ഇതിൽ തന്നെ ശ്രദ്ധിച്ച്, ഈ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിച്ച് ഇതിന്റെ വിഷമങ്ങളും കാര്യം വട്ടം ചുറ്റി ഇങ്ങനെ ജീവിതം കളയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതം കളയാനുള്ളതല്ല എന്നൊരു രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കും, അല്ലെങ്കിൽ മാറപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഇവിടെ നമുക്ക് 7 ഓഫ് പെന്റിക്കിൾസ് പറയുന്നത് പോലെ ഇവരുടെ ഒരു കഷ്ടപ്പാടിന് ഇവർക്കൊരു ഫലം കിട്ടാനുള്ള ഒരു സമയമാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ പെട്ടെന്ന് കിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അംഗീകാരം നിങ്ങളെ തേടിയെത്തും. ഈ ഒരു കാലയളവ് കൊണ്ട് ക്ഷമ എന്താണ് എന്ന് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടാവും. കുറച്ചു കാലം കൂടി ഈ ഒരു വിഷമങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി മറ്റൊരു ലെവലിലേക്ക് നിങ്ങൾ പോകും. അവിടെ പിന്നെ നിങ്ങളുടെ മുഴുവൻ ചിന്തയും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷമങ്ങളെല്ലാം നിങ്ങൾ മറന്ന് നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അത്. ഇനി ഫ്യൂച്ചറിൽ ഉടനെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നതാണ്. ഫ്യൂച്ചറിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു ബോൾഡാക്കി മാറ്റിയേക്കാം. അതായത് ആ ഒരു ടൈമിൽ എന്തും എനിക്ക് നേടിയെടുക്കാൻ പറ്റും, ഇതിൽ കൂടുതലൊന്നും എനിക്കിനി അനുഭവിക്കാനില്ല, അല്ലെങ്കിൽ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത. അപ്പൊ പിന്നെ ഒരു പവർ വരും നിങ്ങൾക്ക്. ഇനി എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു പവർ, ഒരു ശക്തി എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആർജവം ഏതൊരു മനുഷ്യനുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ആ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ് വഴി പറയാൻ പറ്റുന്നത്. ഇവിടെ ഈ എല്ലാ കാർഡിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൈയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ശരീരഭാഗങ്ങളോ എന്തെങ്കിലും ഒന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഒരു കാർഡിൽ മാത്രം
ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ്. only ones മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഒരു ആക്ഷൻ കാർഡ് കൂടിയാണ് ഇത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് കടന്നു വരും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ചില ബിസിനസ്സിലേക്ക് തിരിയാനും ഓൺലൈൻ ബിസിനസ് തുടങ്ങിയ അതിലേക്കൊക്കെ തിരിഞ്ഞു പോകാനൊക്കെയുള്ള നല്ല സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നടത്താനായിട്ട് ആഗ്രഹിക്കുക അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു ചേരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. നമ്മളിവിടെ ഫ്യൂച്ചർ ആണ് നോക്കുന്നതെങ്കിൽ കൂടിയും ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം സഡൻ ആയിട്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരും, ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് കാണാനായിട്ട് ഈ 8 of Wands കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 4 of Wandsന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ 11 എന്ന് പറയുന്ന ലൈറ്റ്സ്, അങ്ങനെയാണ് അത് കാണുന്നത്. 11 പോലെയാണല്ലോ. അപ്പൊ ഒരു ടിൻ ഫ്ലെയിം എനർജി കൂടി ഇവിടെ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രീവിയസ് പേഴ്സൺ ആ ഒരു ടൈമിൽ നോക്കുമ്പോൾ അത് പാസ്റ്റ് ആയിട്ടുണ്ടാവാം. അപ്പൊ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ ഒരു പാസ്റ്റിലേക്ക് പോകും. അപ്പൊ പ്രീവിയസ് പേഴ്സൺ ആവും അത്. അപ്പൊ ആ ഒരു പേഴ്സൺ വീണ്ടും വരുന്നതായിട്ട് ഈ ഒരു എനർജി നമുക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പാതി ആരാണോ അവര് നിങ്ങളിലേക്ക് കടന്നു വരുമെന്നാണ് കാണുന്നത്. അതായത് പ്രീവിയസ് പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ പുതിയൊരാളായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളിലേക്ക് ലയിക്കേണ്ട ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് കാണുന്നത്. അപ്പൊ ആരാണോ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് അവര് വരും. ഇപ്പൊ കൂടെയുള്ള ആളാണോ പുതിയതായിട്ട് വരുന്ന ആളാണോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സന്റെയും റിലേഷൻഷിപ്പിന്റെയും ഒക്കെ ഒരു എനർജി നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നലിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു പേഴ്സൺ അവിടെ വരും. അപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും വരുന്നത് നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്നേഹവുമായാണ് അവർ നിങ്ങളിലേക്ക് വരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം വിധിച്ച ഒരു വ്യക്തി തന്നെയാണത്. അവർ ഫ്യൂച്ചറിൽ നിങ്ങളിൽ എത്തിച്ചേരും. നിങ്ങളുടെ ആ ഒറ്റപ്പെടലിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ ഇവിടെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ഗൈഡൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളത് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് റോയിൽ നമുക്ക് നിങ്ങളുടെ ഒരു എനർജി പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് റോയിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മൂൺ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂൺ കാർഡ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു കാര്യം പറയാൻ സാധിക്കുന്നത്, ഇവര് ആരുടെ കൂടെയാണോ ഇപ്പൊ ഉള്ളത് ആ വ്യക്തികൾ, അല്ലെങ്കിൽ ആരുടെ സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത്, അല്ലെങ്കിൽ ആരാണോ അവരെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിശ്വസിച്ച് അവരുടെ കൂടെ നിർത്തിയിരിക്കുന്നത്, ആ ഒരു വ്യക്തികളിൽ നിന്ന് തീർച്ചയായിട്ടും അവർക്കൊരു ചതി പറ്റും, അല്ലെങ്കിൽ ഒരു വഞ്ചന ഉണ്ടാകും എന്നാണ് കാണുന്നത്. അപ്പൊ കൂടെ നിൽക്കുന്നവരുടെ തനി നിറം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ആ സമയത്താണ് അവർക്കൊരു ക്ലാരിറ്റി വരും. യഥാർത്ഥമായിട്ടുള്ള വ്യക്തികൾ ആരാണ്, യഥാർത്ഥമായ സിറ്റുവേഷൻ എന്താണ്, ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നവരാരാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്നവരാരാണ്, എന്നെ പറ്റിക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി തിരിച്ചറിയും എന്നുള്ളതാണ്. ആ ഒരു സമയങ്ങളാണ് ഇനി അവരുടെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഏജ് കുറവായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കാളും ഒരു ഏജ് കുറവുള്ള വ്യക്തികളായിരിക്കാം. ഇല്ല ഇനി സെയിം ഏജ് അല്ലെങ്കിൽ നിങ്ങളെക്കാളും മൂത്ത വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ പിന്നീട് വരുന്ന ഒരു കാർഡിലേക്ക് വരുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരാൽ ചതിക്കപ്പെടുകയും ഒറ്റപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവരുടെ മുഴുവൻ ചിന്തകളും നിങ്ങളെക്കുറിച്ച് ആയിരിക്കുമെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അവർ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ട് പോയ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് തിരികെ ആ ഒരു ചിന്തകൾ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ചതിച്ചും കബളിപ്പിച്ചും ഒക്കെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ, അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തകർത്ത് നിങ്ങൾക്കൊരു വാല്യൂ തരാതെ നിങ്ങളെ ചവിട്ടി അരച്ച് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും കാണാതെ, ഇമോഷൻസ് ഒന്നും കാണാതെ പോയൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നതും അതേ ഒരു വിധി തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഒന്ന് തന്നെ ആയിരിക്കും, ഉറപ്പാണ്. അപ്പൊ മൂൺ കാർഡ് ഇവിടെ അവരെ പറയുന്നത്, അവരെ വിശ്വസിച്ചോ അല്ലെങ്കിൽ അവര് ആരെ വിശ്വസിച്ചോ നിന്നോ, അല്ലെങ്കിൽ അവരെ വിശ്വസിപ്പിച്ച ആര് നിർത്തിയോ ആ ഒരു പേഴ്സൺസ്, ആ ഒരു വ്യക്തികൾ അവരെ ഈ ഒരു പേഴ്സണെ, നിങ്ങളുടെ വ്യക്തിയെ ചതിക്കും എന്നുള്ളതാണ്. അപ്പൊ അവരാരെ വിശ്വസിച്ച് നിൽക്കുന്നോ ഇപ്പോ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വിശ്വസിപ്പിച്ച് നിർത്തിയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു വ്യക്തികൾ അവരെ ചതിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ തകർത്തിട്ട് പോകും.
അപ്പൊ അവർ ആ സമയത്ത് വളരെയധികം തകർന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അനുഭവിച്ചതുപോലെ തന്നെയുള്ള ഒരു സ്ട്രഗിൾസ് അവരുടെ ലൈഫിലേക്ക് ഇനി ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നു. അത് അവർക്കുണ്ടാകും. പിന്നീട് ആ ഒരു തകർച്ചയ്ക്കൊക്കെ ശേഷം ഒരു കിങ് ഓഫ് വാൻഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു ധൈര്യമില്ലാത്ത ആളോ അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ അവരുടെ മാറിയിട്ട് അവർക്കൊരു പവർ കൈവരും, അവർക്കൊരു ധൈര്യം ഉണ്ടാകുന്നു എന്ന് കാണുന്നു. അത് അവർക്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്ന പോലെ തന്നെ അവർക്കും ഇവിടെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. അവർക്കൊരു പഴയ പ്രതാപം പിടിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലേക്കുള്ള ഒരു എനർജി അവർക്കുണ്ടാകുന്നു. അപ്പൊ ആ ടൈമിൽ അവർ മനസ്സിലാക്കും തെറ്റ് ശരിയും എനിക്കറിയാം, അതിനുള്ള ഒരു വകതിരിവ് എനിക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശക്തി എനിക്കുണ്ട്, ഇനി ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ തന്നെ തീരുമാനങ്ങൾ എടുക്കണം, എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകണം, മറ്റുള്ളവരെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്നൊരു രീതിയിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറും എന്ന്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുമെന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വരുന്നത്. ഇവിടെ ഒരു പൂർണ്ണത നിങ്ങളിൽ മാത്രമാണ്. അപ്പൊ ഇവർക്കൊരു തകർച്ചയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവർ തിരിച്ചറിയും, ആളുകളെല്ലാം തിരിച്ചറിയും, മനസ്സിലാക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു എനിക്ക് ഒരു സേഫ് പ്ലേസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും. അപ്പോൾ അവര് അത്ര നല്ല ഒരു ആളൊന്നും അല്ലായിരുന്നല്ലോ മുന്നേ. അപ്പോൾ ഫ്യൂച്ചറിൽ ആ ഒരു 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലേക്ക് അവർ ഓടിയെടുക്കും. അവര് കാരണം ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നത് അവർക്ക് അതേ ഒരു ഫീലിങ്സ് കിട്ടുമ്പോൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ബാക്കിലേക്ക് അവർ ചിന്തിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണത നിങ്ങളിൽ മാത്രമാണ് അവർക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ഓടിയെടുക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് തന്നെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സ്പ്രെഡിൽ എനിക്ക് വലിയൊരു മാച്ചിങ് കാണാൻ കഴിയുന്നത് രണ്ടുപേർക്കും വ്യത്യസ്ത രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഈ ഒരു 10 ഓഫ് കപ്സ് വന്നിട്ട് നിങ്ങൾ അവരെ അംഗീകരിച്ചു. അപ്പോൾ നിങ്ങൾ അവര് ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിച്ചും അവർ നിങ്ങളിലേക്ക് വരും. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വേദനിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് എനിക്കിനി ഈ ഒരു പേഴ്സണ് വേണ്ട, ഇവരെ വേണ്ടാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇവർ റിട്ടേൺ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവർ മൂവ് ഓൺ ചെയ്ത് പോകുന്നതുമാകാം. ഈ രണ്ട് എനർജീസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പം എനിക്ക് നിങ്ങൾ നല്ല രീതിയിൽ ജോയിൻ ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോയി എന്ന് പറയാനാണ് താല്പര്യം. ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് തന്നെ. പക്ഷെ അങ്ങനെ ഒരു ഇവിടെ ഈ ഒരു മൂവ് ഓൺ ചെയ്ത് പോയി സെപ്പറേഷനിലേക്ക് പോയി എന്നുള്ളൊരു മീനിങ് കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമുക്ക് ഇനി താഴേക്ക് വരുന്ന റിലേഷൻഷിപ്പിന്റെ സ്പ്രെഡിൽ വരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥമായിട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പോയോ അതോ സെപ്പറേറ്റ് ആയി പോകുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ താഴേക്ക് വരുന്ന സ്പ്രെഡിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ സ്റ്റാറ്റസിലേക്ക് പോകാം. ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരാള് നിങ്ങളെ മാത്രമല്ല നിങ്ങൾ ചവിട്ടി നടക്കുന്ന മൺതരികളെ പോലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും ഒരു പാഷനേറ്റ് ആയുള്ള സ്നേഹമുള്ള ഒരാളാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസും നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയ സാമ്പത്തികപരമായ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടേതായ ചില ഉറപ്പിച്ച തീരുമാനങ്ങളും ഒക്കെ എടുത്ത് ആ ഒരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയെ മാറിയിട്ടുണ്ടാവും. അത് നിങ്ങളുടേതായ ഒരു നില ഉറപ്പിച്ച ഒരു സമയമായിരിക്കും. അത് വളരെയധികം സെൽഫ് ലവ് ഒക്കെ ചെയ്ത് പോകുന്ന ഒരു സമയം. അപ്പൊ ആ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും. ഈ ഒരു പേഴ്സൺ വെറുതെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്നേഹം തരാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്നേഹം തരാനായിട്ട് അവർ വരും. അതേ സമയം തന്നെ നമുക്കിവിടെ കപ്സിന്റെ എനർജി, 5 ഓഫ് കപ്സിന്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം തന്നെ നിങ്ങളുടെ പഴയ ആ പേഴ്സൺ, ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പിലായിരിക്കുന്നത് ആ ഒരു ഇപ്പോ നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ള ബ്രേക്കപ്പിലൊക്കെ ഉള്ള ആ ഒരു പേഴ്സൺ ആരാണോ ആ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞിരുന്നു ഫസ്റ്റ് എനർജീസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ പറയാനാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു കാർഡിൽ നമുക്ക് കാണുന്ന സെപ്പറേഷനിലായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പോകുന്നതല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസും ഫ്യൂച്ചറും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു സ്പ്രെഡ് ആർക്കാണോ റെസിനേറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തി ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് അതായത് നിങ്ങളുടെ പാസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ആ ഒരു എക്സ് എന്ന് പറയുന്ന ആള്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്ന സമയത്ത് അവിടെ വേറൊരു വ്യക്തിയും ഉണ്ടാകും. അങ്ങനെ 2 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടാകും. അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്വീകരിക്കാൻ യാതൊരു വിധത്തിലുള്ള ഒരു ചാൻസും ഇവിടെ നമ്മൾ കാണുന്നില്ല. അവരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് വിഷമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹം പഴയതുപോലെ നിങ്ങളുടെ പഴയ പേഴ്സന്റെ കൂടെ തന്നെ സന്തോഷകരമായ സ്നേഹത്തോടെ പോകാനൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ കുറച്ച് ആളുകൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്നെ ഈ ഒരു വ്യക്തി ഇത്രയും ചീറ്റ് ചെയ്ത് ഇത്രയും വിഷമിപ്പിച്ച് എൻ്റെ ഒരു ജീവിതം തന്നെ നശിപ്പിച്ച് കടന്നുപോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കണം. അല്ലാതെ എനിക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഇനി മുന്നോട്ട് ഒരിക്കലും ഒരു ജോയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ എന്നോട് വന്നൊരു ക്ഷമ ചോദിച്ച് അവർക്ക് ഒരു കാര്യങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടാകണം. എന്താണ് ശരിക്കും നടന്നത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കണം എന്ന് ചില വ്യക്തികൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവരോടൊപ്പം പോകണമെന്നൊന്നും ആ വ്യക്തിക്കില്ല, അല്ലെങ്കിൽ ഒരു പുതിയ റീസ്റ്റാർട്ടിലേക്ക് പോകണമെന്നൊന്നും ഇല്ലാത്ത വ്യക്തികളുണ്ട്. അത്തരം പേർക്കാണ് ഇത് കൂടുതലായിട്ടും റെസിനേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു വ്യക്തിയോട് ഒരുമിക്കുക എന്നതിനേക്കാൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നീതി കിട്ടുക എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യം. കാരണം പല കാര്യങ്ങളും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പലതും കൊടുത്ത് നിങ്ങൾ നിന്നിട്ടുണ്ടാകാം. അതൊക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അപ്പൊ അതിനൊക്കെ എനിക്കൊരു നീതി കിട്ടണം, ഇനി എനിക്ക് പേഴ്സണുമായിട്ട് മാനസികമായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് കഴിയില്ലെങ്കിലും എനിക്കൊരു ജസ്റ്റിസ് ലഭിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കായിരിക്കാം ഈ ഒരു സ്പ്രെഡ് കൂടുതലായിട്ടും റെസിനേറ്റ് ആവുക എന്നാണ് തോന്നുന്നത്. കാരണം ഒത്തിരി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ജോയിന്റ് ചെയ്ത് പോകുന്നതിനേക്കാളും നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ തിരികെ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരികെ വരുന്ന ഒരു പേഴ്സണെ സ്വീകരിക്കുമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്പ്രെഡ് പ്രകാരം നിങ്ങൾ അവരെ ചൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. വരാൻ ഇനി അവരൊത്തിരി വൈകിപ്പോയി എന്നൊക്കെ അവർ ആ ഒരു സമയത്ത് റിജക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് റീയൂണിയൻ ചെയ്ത് പോകാമായിരുന്നു എന്നൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എത്ര നേരത്തെ അവർ വന്നാലും എങ്ങനെ വന്നാലും ഇത് ഒരു വിധി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്ത് പോകുമെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഞാൻ ഇച്ചിരി വരാൻ വൈകിപ്പോയി, ഇച്ചിരി നേരത്തെ വന്നായിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് 6 ഓഫ് വാൻഡ്സ് ഒരു കാർഡാണ്. അപ്പോൾ ഈ 6 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് യുദ്ധം ചെയ്ത് നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിക്ടറിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ നിങ്ങളെ മോശമായി തള്ളിപ്പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വാല്യൂ തരാതെ കണ്ടിരുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്നു എന്നുള്ള ആ ഒരു വിക്ടറി നിങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു നീതി ദൈവം തരും അല്ലെങ്കിൽ തന്നിട്ടുണ്ട് എന്നാണ്, ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഹെറോഫൻ കാർഡ്, ഏസ് ഓഫ് വാൻഡ്സ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡുകൾ 2 വരുന്നത് അതാണ്. അപ്പോൾ ഇനി അത് നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ടൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചർ വരുന്നുണ്ട്. ആ ഒരു പേഴ്സന്റെ വരവ് ഒരു സൗഹൃദത്തിൽ തുടങ്ങി ഒരു ശക്തമായ പ്രണയത്തിലേക്ക് മാറും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ചവിട്ടുന്ന ഒരു മണൽത്തരിയെ വരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത്രയും ഒരു പാഷനേറ്റ് ആയ ഒരു സ്റ്റേബിൾ ആയ സ്നേഹം നൽകാനായിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പേഴ്സൺ ഫസ്റ്റ് നിങ്ങളിലേക്ക് ഒരു സൗഹൃദം പോലെ വന്ന് പിന്നീട് അത് ശക്തമായ ഒരു പ്രണയത്തിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അപ്പം യഥാർത്ഥമായൊരു തീരുമാനം എന്താണ്? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ പാസ്റ്റിൽ ആ ഒരു ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ തിരികെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുതിയ വ്യക്തിയും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്, വളരെയധികം ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ ഓപ്ഷൻസ് കുറെ കിട്ടുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാതെ ഏതാണ് വേണ്ടത് എന്ന യഥാർത്ഥമായ ഒരു തീരുമാനം, എൻ്റെ മനസ്സിന് അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്താണ് എന്നുള്ള യഥാർത്ഥമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾ മനസ്സിനോട് ചോദിച്ചിട്ട് എടുക്കുക. അതാണ് നമുക്കിവിടെ
ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.